Hi, I am Dr. Marian George, Lifestyle Physician, John Marian Hospital, Pala. ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, PCOD, തൈറോയ്ഡ്, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ തുടങ്ങിയ പ്രശ്നങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്നതാണ് ഡയറ്റിലൊക്കെ മില്ലറ്റ്സ് ഉൾപ്പെടുത്തുക എന്നതാണ്. പലരും മില്ലറ്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും എന്താണ് ഈ മില്ലറ്റ്സ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. നമ്മുടെ ക്ലിനിക്കിൽ തന്നെ വന്ന് പലരും ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഡയറ്റ് ചാർട്ടിൽ മില്ലറ്റ്സ് കണ്ടു, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതെന്താണ്, അത് പക്ഷികൾക്ക് കൊടുക്കുന്നതല്ലേ എന്നൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മില്ലറ്റ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് എന്താണ് ഈ മില്ലറ്റ്സ്? അരിയും ഗോതമ്പും പോലെ വലിയ ധാന്യങ്ങളല്ല, ചെറുധാന്യങ്ങളാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അത് പുല്ലുവർഗത്തിൽ പെടുന്നതാണ്. സ്മോൾ സീഡഡ് ഗ്രാസസ് ആണ് മില്ലറ്റ്സ്. ഞാൻ പറഞ്ഞ പോലെ പക്ഷികൾക്ക് കൊടുക്കുന്ന തിന, അത് മില്ലറ്റ്സിലെ ഒരു വെറൈറ്റിയാണ്. പണ്ടു മുതൽക്കേ നമ്മുടെ ഇന്ത്യയിൽ ധാരാളമായി കൃഷി ചെയ്ത് വന്നിരുന്നതാണ് ഈ മില്ലറ്റ്സ്. എന്നാൽ അരിയും ഗോതമ്പിൻ്റെയും പ്രചാരം കൂടിയതോടെ മില്ലറ്റ്സ് പക്ഷികൾക്കൊക്കെ കൊടുക്കുന്നതായിട്ട് മാറിയെന്ന് മാത്രം. നമ്മുടെ പൂർവികരുടെ ഭക്ഷണത്തിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു മില്ലറ്റ്സ്. നമ്മുടെ വീട്ടിൽ വല്യപ്പച്ചനും വല്യമ്മച്ചിയൊക്കെ പണ്ട് കാലത്ത് കൃഷി ചെയ്തതിനെക്കുറിച്ചൊക്കെ പറയാറില്ലേ? അതിൽ ചാമകൃഷിയെക്കുറിച്ച് പറഞ്ഞ് പലരും കേട്ടിട്ടുണ്ടായിരിക്കും, ചാമക്കഞ്ഞി കുടിച്ചിരുന്നതൊക്കെ. ഈ ചാമയെന്ന് പറയുന്നതും മില്ലറ്റ്സിൻ്റെ ഒരു വെറൈറ്റിയാണ്. നിലവിൽ ഏകദേശം 10ഓളം മില്ലറ്റ്സ് ഇപ്പോൾ പറയാറുണ്ട്. അതിൽ മില്ലറ്റ്സിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പോസിറ്റീവ് മില്ലറ്റ്സ് എന്നും ന്യൂട്രൽ മില്ലറ്റ്സ് എന്നും. 5 എണ്ണമാണ് പോസിറ്റീവ് മില്ലറ്റ്സിൽ വരുന്നത്. എന്തിനാണ് ഈ പോസിറ്റീവ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്? ഇത് പല രോഗങ്ങൾക്കും, പ്രത്യേകിച്ച് ഡയബറ്റിക് കണ്ടീഷൻസിൽ, കിഡ്നി പേഷ്യൻസിന്, ക്യാൻസർ പേഷ്യൻസിന്, കൊളസ്ട്രോൾ കുറയ്ക്കാൻ, അങ്ങനെ പല കണ്ടീഷൻസിലും ഈ മില്ലറ്റ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ന്യൂട്രൽ മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ അത് നോർമൽ ഒരു ഹെൽത്ത് മെയിൻ്റനൻസ്, അത് ന്യൂട്രൽ ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഈ 2 മില്ലറ്റ്സും ആഹാരത്തിൽ ഉൾപ്പെടുത്താം. അപ്പം ഏതൊക്കെയാണ് ഈ പോസിറ്റീവ് മില്ലറ്റ്സ്? കോഡോ മില്ലറ്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? വരകെന്നാണ് മലയാളത്തിൽ പറയുന്നത്. പിന്നെ വരുന്നതാണ് ലിറ്റിൽ മില്ലറ്റ്, ചാമ എന്ന് പറയും. പിന്നെ വരുന്നതാണ് ഫോക്സ് ടെയിൽ മില്ലറ്റ്, തിന. അടുത്തത് ബെർണിയാർഡ് മില്ലറ്റ്, കുതിരവാലി എന്നൊക്കെ പറയും. പിന്നെ വരുന്നതാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. ഇതൊക്കെയാണ് പോസിറ്റീവ് മില്ലറ്റ്സിൽ പെടുന്നത്. ഇനി വരുന്നത് ന്യൂട്രൽ മില്ലറ്റ്സ്. അതിലൊന്നാമത്താണ് നമ്മുടെ ഫിംഗർ മില്ലറ്റ്, റാഗി, പഞ്ഞപ്പുല്ല് അല്ലെ മുത്താറി എന്നൊക്കെ പറയും. പിന്നെ വരുന്നതാണ് പേൾ മില്ലറ്റ്, ബാജ്ര, കമ്പ് എന്നൊക്കെയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന പേര്. പിന്നെ വരുന്നത് പ്രോസോ മില്ലറ്റ്. പിന്നെ ഉള്ളതാണ് ഗ്രേറ്റ് മില്ലറ്റ്, അതിനാണ് മണിച്ചോളം, സ്വർഗം എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മില്ലറ്റ്സ് ഉപയോഗിക്കാനായിട്ട് എല്ലാവരും പറയുന്നത്? എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ? മില്ലറ്റ്സിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി അരിയെയും ഗോതമ്പിനെയും വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആഹാരം പെട്ടെന്ന് ഗ്ലൂക്കോസായി മാറി രക്തത്തിൽ എത്തുന്നതിനെയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ആഹാരങ്ങൾ എടുക്കുന്നതനുസരിച്ച് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അരിക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് 73 ആണെങ്കിൽ മില്ലറ്റ്സിന് 50നും 60നും ഇടയിലാണ് ഉള്ളത്. അതുകൊണ്ട് മില്ലറ്റ്സ് ഈ പറഞ്ഞ ഡയബറ്റിക് കണ്ടീഷൻസിലോ അല്ലെങ്കിൽ ഡയബറ്റിക് കണ്ടീഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ ഒന്ന് നോർമലാക്കാൻ ഈ മില്ലറ്റ്സ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇനി മില്ലറ്റ്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് ഏകദേശം ഗോതമ്പിലും അരിയിലും സെയിം ആണ്. അതായത് മില്ലറ്റ്സിൻ്റെ കലോറി എന്ന് പറയുന്നത് 370 കിലോ കലോറിയാണ്. ഏകദേശം അരിയിലൊക്കെ അത് സെയിം തന്നെയാണ്. പക്ഷേ നമുക്ക് മില്ലറ്റ്സ് കഴിച്ചാൽ അധികം കഴിക്കാൻ പറ്റില്ല. അതുപോലെ പെട്ടെന്ന് വിശപ്പ് മാറും, വയറും നിറയും, പക്ഷേ സെയിം ലെവൽ ഓഫ് എനർജിയും തരും. അതുകൊണ്ട് നമുക്ക് മില്ലറ്റ്സ്, പ്രത്യേകിച്ച് വെയിറ്റ് റിഡക്ഷൻ പ്രോഗ്രാമിലൊക്കെ മില്ലറ്റ്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതിൽ ധാരാളം ഫൈറ്റോ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസും ധാരാളമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ ധാരാളം വൈറ്റമിൻസും മിനറൽസിൻ്റെ ഒക്കെ ഒരു കലവറയാണ് നമ്മുടെ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബി കോംപ്ലക്സ് വൈറ്റമിൻസിൻ്റെ, മാഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽഷ്യം, അയൺ, ഇതൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട്, അതായത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അളവ് ധാരാളം ഉള്ളതുകൊണ്ട് അത് നമ്മുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മില്ലറ്റ്സ് സഹായിക്കും.